എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു മമ്മി. എനിക്ക് നവീനോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഞാൻ 1-2 വട്ടം അവനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചതാ. അതെങ്ങനെയാ മോളെ? കുറച്ചു ദിവസം എന്തോ രസമായിരുന്നു. എപ്പോ വേണമെങ്കിലും നവീനെ വിളിക്കാം, എപ്പോ വേണമെങ്കിലും കാണാം. ഇതൊരുമാതിരി മമ്മിയുടെ പെറ്റ് ഡോഗിന്റെ സ്ഥാനത്തായി ഇപ്പൊ ഞാൻ. ഏയ് ഡോണ്ട് ബി സില്ലി. മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ മമ്മി ഇങ്ങനെ? മതി ഈ നന്മയുടെ കണക്കൊക്കെ പറഞ്ഞത്. സീരിയസ്ലി എനിക്ക് മടുത്തു. പ്ലീസ് മോളെ. നാളെ നവീന്റെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. റിയലി? അപ്പൊ നമുക്ക് പോണ്ടേ? പോണം, പക്ഷെ നമ്മൾ ഒരുമിച്ചല്ല. പിന്നെ ഞാനും കൃഷ്ണയായിട്ട്. അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാനോ? മമ്മി, അത് വല്ലാത്ത അപകടം. അവരെല്ലാവരും ഇവിടെ വന്നപ്പോ അവള് പെരുമാറിയതൊക്കെ മമ്മി കണ്ടതല്ലേ? അവർക്കിടയിൽ ചെന്ന് നിൽക്കുമ്പോ അതുപോലെ രക്ഷപ്പെടാൻ അവൾക്ക് പറ്റില്ല. പ്ലീസ് മമ്മി, ഇത് ക്യാൻസൽ ചെയ്തേക്ക്. ചെല്ല, അന്ന് നവീന്റെ അമ്മയോട് ഞാൻ വാക്ക് പറഞ്ഞു പോയി. ആരോട് ചോദിച്ചിട്ട്? മമ്മി എന്നോട് ചോദിച്ചോ? എനിക്ക് ഇഷ്ടമല്ല അവളാ വീട്ടിൽ പോകുന്നത്. അവൾ ആ വീട്ടിൽ ചെന്ന് വാ തുറന്ന അവിടെയുള്ളവരെല്ലാം എന്നെ വെറുക്കാനാ തുടങ്ങുന്നത്. അവൾ എന്റെ വില കളയും. മമ്മിക്ക് തോന്നുന്നുണ്ടോ എത്ര ശ്രമിച്ചാലും അവൾക്ക് ഗാഥാ ശ്രീനിവാസനെ പോലെ ആവാൻ പറ്റുമെന്ന്? അത് അവക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും പറ്റില്ല. ഗാഥാ ശ്രീനിവാസ് ഈസ് യുണീക്ക്. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ മോളെ. പിന്നെ നമ്മളിതൊക്കെ തുടങ്ങി വെച്ച സ്ഥിതിക്ക് പൂർത്തിയാക്കിയല്ലേ പറ്റൂ. അവളെ മമ്മി കൺട്രോൾ ചെയ്തോളാം. മാത്രമല്ല, അവൾ ഈ പ്രാക്ടീസ് ചെയ്തൊക്കെ എത്രത്തോളം ആയെന്ന് അറിയാനുള്ളൊരു നല്ല അവസരം കൂടി ഇത്. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ എന്റെ സ്ഥാനത്ത് മറ്റൊരാള്. ഞാൻ വീണ്ടും ദേ ഈ അടച്ചിട്ട മുറിയില് അല്ലേ? മോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് മമ്മിയെ ബുദ്ധിമുട്ടിക്കരുത്. നിനക്ക് വേണ്ടിയാണ് മമ്മി ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ ഒരു നിമിഷം കൂടെ സങ്കല്പിക്കാനായിട്ട് മമ്മിക്ക് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവള് നിന്റെ വേഷം കിട്ടുന്ന നിമിഷങ്ങളിലെല്ലാം മമ്മിക്ക് മനസ്സിൽ എന്തോരം ദേഷ്യവും സങ്കടമൊക്കെ എന്നറിയോ? എന്റെ മോളുടെ യോഗ്യതകൾ എനിക്കല്ലേ അറിയൂ. നിന്റെ മമ്മിയാണെന്നുള്ളതിൽ അഹങ്കരിക്കുന്ന ഒരു അമ്മയാ ഞാൻ. പക്ഷേ നിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോ ഞാൻ ഇതൊക്കെ സഹിച്ചേ പറ്റൂ മോളെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മമ്മി അവളെയും കൂട്ടി പൊയ്ക്കോ, ശ്രദ്ധിച്ച മതി. താങ്ക് യു മോളെ. എത്രയും പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിച്ച് നിന്നെ നവീനെ ഒന്നിച്ചു ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ മമ്മിക്ക്. എപ്പോഴും ചിരിക്കുന്നവളായിട്ട് നിന്നെ കാണണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. ഓക്കെ.